വെൽക്കം ബാക്ക് ടു മെറ്റൽ ഹൊറർ എസ്കേപ്പ് പാർട്ട് 2. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ മെറ്റൽ ഹൊററാണ്. ഓക്കെ, ഇതിനു മുമ്പ് ഞാനൊരു മെറ്റൽ ഹൊറർ ഇതിനു മുമ്പ് പാർട്ട് 1 അപ്ലോഡ് ചെയ്തായിരുന്നു. ഓക്കെ, നമ്മളത് എസ്കേപ്പും കൂടെ ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഈ ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ബേസിക്കലി ഒരു സൈക്കോപാത്തിൻ്റെ ഗെയിമാണ്. ഈ ഒരു സൈക്കോപാത്ത് നമ്മളെ എന്ത് ചെയ്യും, കിഡ്നാപ്പ് ചെയ്തിട്ട് ഇവനെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ നമ്മൾ പൂട്ടി വെക്കും. ചിലപ്പം ജയിലായിരിക്കാം, ചിലപ്പോൾ കൂട്ടിലായിരിക്കാം. ഇതിലേതെങ്കിലും സ്ഥലത്ത് നമ്മളെ പൂട്ടി വെക്കും. പക്ഷേ നമ്മുടെ ജോലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എസ്കേപ്പായി പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ ജോലി. പക്ഷേ നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര സിമ്പിളൊന്നല്ല ഗൈസ് എസ്കേപ്പായി പോകുന്നത്. കാരണം നമ്മുടെ ആ ഒരു സൈക്കോപാത്തിന് നല്ല ബുദ്ധിയുണ്ട്, നല്ല കണ്ണുമാണ് ഗൈസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ജയിലിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, എന്നിട്ട് നമ്മൾ അവിടെ എസ്കേപ്പ് പല വഴി നോക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ആ ഒരു സ്ഥലത്ത് ഒരു ഡ്രോയർ ഉണ്ട്, ഒരു ബെൽപ്പ്. ആ ഒരു ബെൽപ്പ് നമ്മൾ തുറന്നിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് തിരിച്ച് അതേപോലെ പൂട്ടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയ സൈക്കോപാത്ത് വരും. വന്നിട്ട് ഈ ഒരു ഡ്രോയർ തുറന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സൈക്കോപാത്ത് നമ്മളെ വന്ന് കൊല്ലും. ഓക്കെ, അതാണ് ഈ ഒരു ഗെയിം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനു മുമ്പ് നമ്മൾ അലനായിരുന്നു നമ്മൾ കളിച്ചത്. ഇപ്പോൾ നമ്മൾ കളിക്കേണ്ടത് എമിലിയാണ്. ഓക്കെ, പ്ലേ കൊടുക്കാം. ഓക്കെ, ഇൻട്രോ ആണ് ഗൈസ്. എന്താ സംഭവിച്ചെന്നുള്ളൊരു ഇൻട്രോ ആണ്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം. ഇത് വായിക്കാൻ നിൽക്കുന്നു വേണ്ട, നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ പോസ് ചെയ്ത് വായിച്ചോ. ഓ ഗൈസ്, നമ്മൾ ഇപ്രാവശ്യം നമ്മളൊരു ജയിലായിട്ടേക്കുന്നത്. ഇതൊക്കെ എന്തൊരു ബൾബോ, ഇതെന്താ ബൾബുണ്ട്. ഓക്കെ, ഇതെങ്ങനെ പുറത്തേക്ക് പോയി ജയിലിൻ്റെ ഗൈസ്? ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. എനിക്ക് ഇതിൽ സെറ്റിങ്സ് എവിടെയാ? ഓക്കെ, സെറ്റിങ്സിൽ സെൻസിറ്റിവിറ്റി കുറച്ച് കൂട്ടണം. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ ഗായ്സ്, നമുക്ക് ഈ ഒരു ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. എങ്ങനെ ഇറങ്ങും? ഓ, ഇവിടെ എന്തൊക്കെയുണ്ട്, തുറന്നു നോക്കാം. അയ്യോ, ഇത് അതേപോലെ അടച്ചു വെച്ചേക്കാം ഗൈസ്. ഇത് കട്ടിൻ്റെ അടിയിൽ ഒന്നുമില്ല. തുറക്ക്. ദ ഡോർ ഈസ് സ്ക്രൂഡ് ഓൺ. അപ്പം മിക്കവാറും ഇവിടെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ കണ്ടുപിടിക്കേണ്ടി വരും ഗൈസ്. സ്ക്രൂ ഡ്രൈവർ ഇതെടുക്കാൻ കഴിയൂല. ക്ലോസറ്റ് ഗൈസ്, നമുക്ക് ലോക്ക് പിക്ക് കിട്ടി. അത് വെച്ചിട്ട് നമ്മൾ ഈ ഡോറ്, നമുക്ക് സ്ക്രൂ ഡ്രൈവർ അല്ലേ വേണ്ടേ, സ്ക്രൂഡല്ലേ. ഈ ലോക്ക് പിക്ക് വെച്ച് എന്ത് ചെയ്യാ? എന്ത് ചെയ്യും? വാട്ട് ക്യാൻ ഐ ഡു? എന്ത് ചെയ്യും മല്ലയ്യ? എന്ത് ചെയ്യും? ഈ പെട്ടി നമുക്ക് എടുക്കാൻ കഴിയോ? ഗായ്സ്, നമ്മളില്ലേ ഗൈസ്, നമ്മൾ ആ ഒരു ലോക്ക് പിക്ക് വെച്ചിട്ട് നമ്മുടെ ആ ഒരു സാധനം തുറന്നു. അപ്പം അതിനകത്ത് എന്തോ ഉണ്ട്. ഫ്രഞ്ച് കിട്ടി ഗൈസ്. ഇനി നമുക്ക് ഇതിന് തുറക്കാം അല്ലേ? ഇനി നമുക്ക് ഈ ഒരു സാധനം തുറക്കാൻ കഴിയും. തുറക്കടേ. ഓക്കെ ഗൈസ്, നമ്മൾ തുറന്നിട്ടുണ്ട്. I need to find the way out. ഇനി നമ്മൾ കണ്ടുപിടിക്കണം ഗൈസ്, പുറത്തേക്ക് പോകാൻ കണ്ടുപിടിക്കണം. ഇത് ക്ലോസ് ആവും ഡേ. ഇത് ക്ലോസ് ആവും. ഇവിടെ ബിയർ ട്രാപ്പ് ഉണ്ട് ഗൈസ്, ബിയർ ട്രാപ്പ്. ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ സൗണ്ട് കേട്ട് വരും. ഓക്കെ, ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഒരു ബ്ലാങ്ക് പേപ്പർ ഉണ്ട്. ഹാൻഡിൽ കിട്ടി ഗൈസ്, നമുക്ക് ഡോർ ഹാൻഡിലാന്ന് തോന്നുന്നത്. ഇത് തുറക്കാനാ? ലോക്ക് ഡോറിൻ്റെ അതർ സൈഡാ ഗൈസ്. എന്താ കൂർക്കം വലിക്കുന്ന സൗണ്ടാ ഗൈസ്? നമ്മുടെ സൈക്കോപാത്ത് ഈ റൂമിനകത്താ ഉള്ളത്. അങ്ങനെ കിടന്ന് ഉറങ്ങുവാ. ഈ റൂമിലെ സൈക്കോപാത്ത് ഉള്ളേ. സൂക്ഷിക്കണം ഗൈസ്, സൂക്ഷിക്കണം. ഓക്കെ, നമ്മൾ ഇത് തുറക്കാൻ കഴിയോ? ഇതെന്താ ടു ഡാർക്ക്? ലൈറ്റ് ഇടാൻ കഴിയോ? ഇവിടെ സ്വിച്ച് ഉണ്ട് ഓൾറെഡി. ഓക്കെ, നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്തേലും ചെയ്യാൻ കഴിയോ? എന്തേലും എന്തൊരു പാസ്വേഡ് അടിക്കണം ഗൈസ്. ഓക്കെ, എന്തൊരു പാസ്വേഡ് അടിക്കണം. വേറെ എന്തേലും. ഇതെന്താ ഗൈസ്? ബാർ ഡബിൾ നോക്കിയ ഗൈസ്, ചോര. ഓക്കെ, ഇത് തുറക്കാൻ കഴിയോ? സൗണ്ട് ഇട്ടിപ്പോൾ വരുമോ? അയാൾക്ക് അത്ര ബുദ്ധിയൊന്നും ഇല്ലല്ലേ. വാഷിംഗ് മെഷീൻ തുറക്കാൻ കഴിയോ? ഇതെന്താ? സൗണ്ട് ഉണ്ടായി. ഡോർ. അടാ.
ലൈറ്റ് ഓഫ് ആവും. ഓക്കെ 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 ഒന്നും ചെയ്യാനില്ല. അയ്യോ ഈ സാധനം തുറക്ക് 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 തുറക്ക്. അയ്യോ അയ്യോ ഇപ്പൊ അയാള് വരും ഗൈസ്. ഇപ്പൊ അയാള് വരും. കംപ്രസറാ ഗൈസ്. നമ്മുടെ ഇപ്പം നമ്മുടെ സൈക്കോപാത്ത് വന്ന ഡോറില്ലേ, ആ തുറന്നു വന്ന ഡോറിലും ഒരു കോഡ് 367. എനിക്ക് തോന്നണം അതിനകത്ത് നമ്മൾ എന്തോ ഒരു കോഡ് എടുക്കാനുണ്ടായിരുന്നില്ലേ. വെയിറ്റ് ചെയ്യ ഗൈസ്. ഓക്കെ എന്താണ് ഇല്ലാരും ഇല്ല. ഓ ഭാഗ്യം ഗൈസ്. ഓക്കെ കിടന്നുറങ്ങിക്കോ. ഓക്കെ മിക്കവാറും ഇനി ആദ്യം പോയി കിടന്നുറങ്ങും. ഇതിനൊക്കെ പോവാം. ഓക്കെ നമുക്ക് ആ കോഡ് മനസ്സിലായി ഗൈസ്. കോഡ് മനസ്സിലായി നമുക്ക്. 367 നമ്മുടെ ആ ഒരു കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ആ കോഡ് അടിക്കേണ്ടത് അല്ലേ, ഇവിടെ. ഓക്കെ അപ്പോൾ നമുക്ക് 367 അടിക്കാം. 367 ഓക്കെ 367. ഓക്കെ ഓപ്പൺ എടുക്കാം. യെസ് ഗൈസ് നമ്മളത് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. ഇതെന്താ? ഓ ക്രോബാർ കിട്ടി ഗൈസ്. ക്രോബാർ കിട്ടി. ഓക്കെ നമ്മൾ ആ ഡോർ അതേപോലെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ക്രോബാർ കിട്ടി ഗൈസ്. ക്രോബാർ ഇനി നമ്മൾ അതേപോലെ എല്ലാം പൂട്ടി വെക്കണം. ഇനി എന്താണ്? ഓക്കെ ഓ നമുക്ക് ഡോർ ഹാൻഡിൽ കിട്ടിയില്ലേ, അത് വെച്ച് നമ്മൾ ഈ ഒരു ഡോർ തുറന്നു. ഇവിടെ ബിയർ ട്രാപ്പ് ഉണ്ട്. പണിപ്പാളും മിക്കവാറും ബിയർ ട്രാപ്പ് ഉള്ളതുകൊണ്ട്. ഇവിടെ ഓ അപ്പോൾ ഇവിടെയും ബിയർ ട്രാപ്പ് ഉണ്ട്, ഇവിടെയും ഉണ്ടല്ലേ. അപ്പം ഇവിടെയൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം. ഓക്കെ ഇവിടെ എന്താണ്? ഓവൻ ഉണ്ട്, അതിനുള്ളിൽ ഒന്നുമില്ല. ഇതെന്താ ബുക്കാ? ഓക്കെ ലാപ്ടോപ്പാണ്, അതുപോലെ ഓഫാക്കി ഇട്ടേക്കാല് ഗൈസ്. ഇല്ല വന്നിട്ട് അയാൾ ഇതെന്താ ബോക്സാ? ബോക്സിലൊന്നുമില്ല. ഇവിടെ എന്തേലും ഒന്നുമില്ല. ഫ്രിഡ്ജിനകത്ത് എന്തേലും ഐസാ? ലോക്ക് വെച്ച് കുത്തിപ്പിടിക്കും. ഓ നമുക്ക് യെസ് ഗൈസ് നമുക്ക് റോബറുകൊണ്ട് ഇത് കുത്തിപ്പൊട്ടിക്കാം. പീസ് ഓഫ് ഐസ്. ക്രോബാറും പോയി ഗൈസ്. ഐസ് എന്തിനാ? ഈ ഐസും കൊണ്ട് എന്താ ഉപകാരം? ബട്ട് എന്താണ് ഉപകാരം ഐസിനെ കൊണ്ട്? എന്തേലും ഉപകാരം? ഈ ഓവനിൽ വെക്കണോ? യെസ് ഗൈസ് നമ്മൾ ഓവനിൽ വെച്ചു. ഇനെന്താ ചെയ്യണ്ട്? കൂട്ടിയിട്ട് നമ്മൾ ഓണാക്കണം. ആ നമ്മളത് ഓണാക്കി ഗൈസ്. എന്താവാ? അയ്യോ സൗണ്ട് ഉണ്ടായി. തുറക്ക്. നമുക്കെന്തോ സാധനം കിട്ടി. എന്തോ സൗണ്ട് ഉണ്ടായി. ഇതൊരു സൗണ്ട് ഉണ്ടായി. നടക്ക്. അത്തറ് ബർഗോസ്. എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാനൊന്നും ചെയ്യില്ല. ചെറിയ ലാഗ് അടിക്കുന്നു. എന്താ അറിഞ്ഞൂടാ, ചെറിയ ലാഗ് അടിക്കുന്നുണ്ട്. ഓക്കെ ഗായ്സ് നമ്മളൊന്നും ചെയ്തില്ല. എല്ലാം പഴയ പോലത്തെ. ഡോർ അടച്ചില്ലേ? ഓക്കെ ഡോർ അടച്ച് എല്ലാം പഴയ പോലത്തെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് എങ്ങോട്ടാ പോണേ? ഇതാടോ ഞാനും നീയേ ഉള്ളൂ ഇവിടെ, വേറെ ആരും ഇല്ല. പോയി കടന്ന് ഉറങ്ങടേ. ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്. എന്ത് നല്ല ലാഗ് ഉണ്ട് ഗൈസ്. ഇതിലാണ് പറഞ്ഞൂടാ. പക്ഷെ അയാൾ എവിടെ പോണേ? അയാൾ എവിടെ പോണ്? അയാൾ അവിടുത്തെ ടൂൾ ബോക്സ് എടുത്തിട്ട് അയാൾ അങ്ങോട്ട് പോയി. ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇനി നമുക്ക് ആ ഒരു റൂമിലായിരിക്കും എന്താ ചെയ്യാനുണ്ടാവുക. സീരിയസ്ലി പറയല്ല, റൂമിലായിരിക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. ക്ലോസ് ആവണ്ട. ഓക്കെ നമുക്ക് ഇവൻ്റെ റൂമിൽ കയറി നോക്കാം. ഒരു തീ ഉണ്ട് ഗൈസ്. തീ ഫിഷാ കളക്റ്റഡ്. 20 കളക്ട് ചെയ്യണോ? പിന്നെ ഒരു ഗിഫ്റ്റും കിട്ടി എനിക്ക്. ഇതെന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇവിടെ? എന്തേലും ഇതെന്താ?
ഓയിൽ ബാരൽ ഉണ്ട്. ഇവിടെ എന്താ തലാണിയൊന്നും ചെയ്യാനില്ല. ഇതിനുള്ളിൽ എന്തേലും ഇവിടെ ആകെയുള്ളൊരു കോഡ് മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യുക ഗൈസ്? ഓ നമ്മൾ ഇവിടെ പോയി നോക്കിയില്ലല്ലോ. നമുക്ക് ഇവിടെ വരെ പോയി നോക്കാം. ഓ നമുക്ക് ഇവിടുന്ന് ഒരു കീ കിട്ടിയില്ലേ? ഐസ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് അത് ഇതിൻ്റെ ഒരു കീ ആട്ടോ. നമ്മൾ വാതിൽ തുറന്നു. എന്തേലും ബിയർ ട്രാപ്പ് ഉണ്ട് ഇവിടെ ബിയർ ട്രാപ്പ് ഇല്ല. ഇപ്പൊ ഇവിടെ നമുക്ക് എന്തോ ചെയ്യാനുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് എന്തോ ചെയ്യാനുണ്ട്. എന്താ ഈ സ്ക്രൂ വയ്ക്കാണെങ്കിലോ? ഓക്കെ, ഒരു ഗിഫ്റ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യണ്ടത് ഗൈസ്? ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഓക്കെ, നമുക്കിത് തുറന്നു നോക്കാം. ഒന്നുമില്ല. ബക്കറ്റാ? ഒരു ബക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ? ഇതെടുക്കാൻ കഴിയുമോ? ലിവറാമോ കിട്ടിയിട്ടുണ്ട്. ബക്കറ്റും ലിവറാമോ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. വെയിറ്റ് ഗൈസ്, ഇതെന്താ? ഓ ഔട്ട് ഓഫ് റീച്ചാ. നമുക്ക് അവിടെ എന്തോ എടുക്കാനുണ്ട് ഗൈസ്. അതുകൊണ്ട് അത് ഒഴുകി കിടക്കുന്ന അതൊന്നും എടുക്കാനുണ്ട്. അതെങ്ങനെ എടുക്കും? ഔട്ട് ഓഫ് റീച്ച്. എനിക്ക് മനസ്സിലായി ഗൈസ്. എനിക്ക് മനസ്സിലായി. എല്ലാം അതുപോലെ തന്നെ അല്ലേ? ഈ ബക്കറ്റ് എടുത്തിട്ട് നമുക്ക് വെള്ളം നിറച്ച് അതിനെ തോയ്ക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു സാധനം പൊങ്ങി വരും. ആ ഒരു സാധനം പൊന്തി വരും. അതാണ് സംഭവം. ഇവിടെയല്ല വെള്ളം. ഇവിടെയല്ല. ഇവിടെ ഇരുന്ന് ഇവിടെ നമുക്കൊരു വെള്ളം എടുക്കാം. ഇവിടെയല്ലേ വെള്ളം? ഇവിടെയല്ലേ? യെസ്. ബക്കറ്റ് വിത്ത് വാട്ടർ. ഓക്കെ ഗൈസ്, നമുക്ക് ബക്കറ്റ് വിത്ത് വാട്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സ്ഥലത്ത് ഒഴിക്കണം. മിക്കവാറും അങ്ങനെ ആയിരിക്കും ഗൈസ്. അവിടെ ഒഴിക്കേണ്ടി വരും നമ്മൾ. ഓക്കെ, മിക്കവാറും നമ്മൾ അവിടെ ആ സ്ഥലത്ത് നമ്മൾ ഒഴിക്കേണ്ടി വരും. അതല്ലേ സംഭവം. അത് തന്നെ ഗൈസ്, അത് തന്നെയാ. അങ്ങനെയല്ലേ? ഇതിങ്ങനെ ഇങ്ങനെ തന്നെയാ. ഓക്കെ, ഇപ്പൊ നമുക്ക് എംറ്റി ഓയിലർ ക്യാനാ. റെസ്ക്യൂ വാളും ഓയിലർ ക്യാനും. ഗായ്സ്, നമ്മുടെ സൈക്കോപാത്തിന് മുറിയിലുണ്ടല്ലോ നമുക്കൊരു സാധനം കിട്ടിയില്ലേ? ഏത്? ഒരു ഓയിൽ ബാരൽ ഉണ്ടായിരുന്നില്ല ഇവിടെ. നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ഇത് ഫില്ല് ചെയ്യണം. ഓയിലർ ക്യാൻ വിത്ത് ഓയിൽ. യെസ് ഗൈസ്, നമുക്ക് ഓയിലർ ക്യാൻ വിത്ത് ഓയിൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി ഇനി മിക്കവാറും എനിക്ക് തോന്നണത് ഇവിടെ ആ സാധനം ഈ ഓയിൽ റെസ്ക്യൂ വാൾവില്ലേ, തുരുമ്പ് പിടിച്ച വാൾവ്, ഇവിടെ നമ്മളത് ഒഴിക്കണം. ഓക്കെ, ആ വാൾവ് നമ്മൾ തിരിച്ചു. എന്തിനാ തിരിച്ചു അറിഞ്ഞൂടാ. എന്തിനാണ് തിരിച്ചത് അത് മാത്രം അറിഞ്ഞൂടാ. ഈ കലണ്ടർ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? തുറന്നു. ഇവിടെ എന്തേലും അവിടെ എന്തോ ഉണ്ട്. സിസേഴ്സ്, ഒരു കത്രിക കിട്ടിയിട്ടുണ്ട് കേസ്. ഒരു കത്രിക. ഇവിടെ വേറെ ഒന്നുമില്ല തോന്നുന്നു. ഡോർ അടച്ചു നോക്കാം. ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു ഗിഫ്റ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, 3 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഒന്നുമില്ല. ഇത് സംതിങ് പ്രിവെൻറ്റ്സ് യു ഫ്രം ഓപ്പണിംഗ് ദ ഡോർ. ഓ, നമ്മളെ സിസറിൽ വെച്ച് നമ്മൾ ഈ ഒരു സാധനം കട്ട് ചെയ്തു. നമ്മളാ സാധനം കട്ട് ചെയ്തു ഗൈസ്. ഓക്കെ, ഡോർ അയ്യോ അമ്മ പോയി, എല്ലാം പോയി, അടിച്ചു പോയി. അയ്യോ, എന്തായാലും പഴയ പോലെ തന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. എൻ്റെ വിശ്വാസം ഒന്നും ചെയ്തില്ലല്ലോ. ഓക്കെ, ഡോർ ക്ലോസ് ആണ്. കലണ്ടർ ക്ലോസ് ആണ്. ആ വാൾവില്ലേ അതും ക്ലോസ് ആണ്. ഇവിടെ എന്തേലും ലൈറ്റൊക്കെ ഓഫാണ്. ഒക്കെ പഴയ പോലെയാണ്. ഇപ്പം ഇയാൾ ഇങ്ങോട്ട് വരും. എന്താണ് ബ്രോ? പിടിക്കൂലായിരിക്കും അല്ലേ? എല്ലാം പഴയ പോലത്തെ ചെയ്തോണ്ട് ഒരു സീനില്ല ഗൈസ്. ഒക്കെ പഴയതാ. നമ്മളെല്ലാം പഴയ പോലെ ചെയ്തോണ്ടേ ഒരു സീനില്ല. ഓക്കെ, അങ്ങനെ അതിനകത്ത് പോയിട്ടുണ്ട്.
ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മളെ ഡോർ നമ്മൾ തുറന്നില്ലേ? അപ്പോൾ അത് ഓക്കേ. ഈ ഡോറല്ലേ നമ്മൾ തുറന്നേ? അയ്യോ, ബിയർ ട്രാപ്പ് ഉള്ളോണ്ടേ ഒരു ഇതില്ല. ഇതെന്താ? ഫസ്റ്റ് യു നീഡ് ടു ലിഫ്റ്റ് ദ എലിവേറ്ററാ. എലിവേറ്റർ ലിഫ്റ്റ് ചെയ്യണോ? ഇതെന്താ മീൻ? ഇത് റിക്വയർസ് 24 വാട്ട് ടു ടേൺ ഓൺ. 24 വാട്ട് വേണം ഈ ഒരു സാധനം പൊന്തണമെങ്കിൽ. അപ്പം നമുക്കിവിടെ വേറൊന്നും ചെയ്യാനില്ല. ഓ, ഇങ്ങനെ നോ പവറാ. നോ പവർ എന്നാ കാണിക്കുന്നത് ഗൈസ്. ഡിവൈസ് ഓവർ ഹീറ്റ് ആയതുകൊണ്ടേ GPS നെറ്റൊക്കെ ഓഫായി. എന്താണ് ഗൈസ് ഇവിടെ ചെയ്യേണ്ടത്? ഇതെന്താ? അയ്യോ, എനിക്കുള്ള ഫ്യൂസ് കിട്ടി. അയ്യോ, എന്നിട്ട് പൂട്ടണ്ട. പൂട്ടണം അതില്. ഒക്കെ പഴയ പോലെ ഒന്നും ചെയ്തില്ല. ഒക്കെ പഴയ പോലെയാ. ഒക്കെ പഴയ പോലെയാ. ഒക്കെ പഴയ പോലെയാന്ന്. സീനില്ലാന്ന്. വെയിറ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. പറഞ്ഞിട്ട് പോടായിരുന്നു. തനക്ക് കണ്ണ് കണ്ടുവിടറോ ഞാൻ ഇവിടെ ഇരിക്കുന്നേ? മൊണ്ണനാ തോന്നുന്നു. ഓക്കെ, അയാള് പോയി. മൊണ്ണനാ കേസ്, വെറും മൊണ്ണൻ. ബ്ലഡി ഫുൾ. ഇനി എന്ത് ചെയ്യും മല്ലയ്യ? അതാണ് അടുത്ത സംശയം. എനിക്കൊരു ഫ്യൂസ് കിട്ടി ഗൈസ്. ഈ ഫ്യൂസ് കൊണ്ട് മിക്കവാറും എന്തെങ്കിലും ചെയ്യാനുണ്ടോന്ന് അറിയില്ല. എനിക്കൊരു ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഫ്യൂസ് ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അവിടെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഉറപ്പാ. ഇനി നമുക്ക് ഇവിടെ കളക്ടബിൾ അല്ല, എന്തായിരുന്നു? ഫിഷ്. ഓക്കെ, എനിക്ക് ഇവിടെ നമ്മൾ എന്തോ ചെയ്യാനുണ്ട്. ഇവിടെ എന്തെങ്കിലും ഇതെന്തെങ്കിലും ചെയ്യണോ? കീ കാർഡ് റിക്വയർഡാ. ഇവിടെ എന്തോ നമ്മൾ ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മൾ എസ്കേപ്പ് ആവുന്ന ഈ ഒരു വഴിയായിരിക്കും നമ്മൾ എസ്കേപ്പ് ആവേണ്ടത്. ഓക്കെ, ഇതെന്താ? ഷീൽഡ് ക്ലോസ്ഡാ. ഷീൽഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അറിഞ്ഞൂടാ. ഓക്കെ, നമുക്ക് നമുക്ക് എല്ലാം കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ടിരിക്കത്തില്ലല്ലോ. ഫുള്ളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ മേളിൽ എന്തേലും ഇവിടെ എന്താ? കീ കിട്ടി ഗൈസ്. കീ കിട്ടി. എനിക്ക് തോന്നുന്നു ഇതിന്റെ കീ ആയിരിക്കും. മേ ബി ഇത് ഈ സാധനം ഇതിന്റെ കീ ആയിരിക്കും അല്ലേ? യെസ് ഗൈസ്, ഇതിന്റെ കീയാ. ഓ, ഫ്യൂസ്. ഇപ്പൊ ഇത് മിക്കവാറും പവർ വന്നിട്ടുണ്ടാവും. അവിടെ പവർ വെയിറ്റ്. ഇവിടെ നമ്മൾ നോർമൽ ഉണ്ട്. ഓക്കെ, എല്ലാം അതേപോലെ തന്നെയാണ്. നമ്മൾ വാതിൽ അടക്കട വായു ഇവിടെ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാ? ഇവിടെ വരിക. ഓ, പവർ വന്ന്. ഇനി 24 വാട്ട് ആക്കണം ഗൈസ്. 24 വാട്ട്. ഇതെങ്ങനെ 24 വാട്ട് ആക്കും? ഇതിൽ കൂട്ടാൻ എനിക്ക് കണക്ക് തീരെ അറിഞ്ഞൂടാ. കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയല്ലോ ഗൈസ്. നമുക്ക് കാൽക്കുലേറ്റർ നമ്മുടെ കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം. എന്താ പക്ഷിയാ? ചുമ്മാ ആക്കി നോക്കി. ഇങ്ങനെ ആക്കി വെക്കാം. ഹാങ് ആവുന്നു ഗൈസ്, ഫോൺ ചൂടായോണ്ടേ. 24 വാട്ട് നമുക്ക് കൂട്ടി വെക്കാം. പിന്നെ 8 ഇതും കൂടെ 24 വാട്ട് പിന്നെ പോകുന്നു. ഇങ്ങനെ ഓക്കെ, ലിഫ്റ്റ് ഇപ്പോൾ വരുമോ? നമ്മളെല്ലാം പഴയ പോലെ വെക്കണം. ഇവിടെ
കല്ല് പഴയ പോലെ തന്നെ വെക്കണം. വാതിലടക്ക് വാതിലടക്ക് വാതിലടക്ക്. ഒക്കെ പഴയ പോലെ തന്നെയല്ലേ ഇവിടെ? ഒക്കെ പഴയ പോലെ തന്നെയാ തോന്നണേ. ഓക്കെ 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 നേടിയിരിക്കാം. ഗായ്സ് നമ്മളൊരു പവറിനെ സാർ ക്ലോസ് ചെയ്ത് തോന്നുന്നുണ്ട് ഷീൽഡ്. ആ ഷീൽഡ് നമ്മൾ ക്ലോസ് ചെയ്തായിരുന്നാ? അയ്യോ ഇയാളെന്തിനാ അങ്ങോട്ട് പോന്നേ? Someone was here. My mind's playing tricks on me. പോയിട്ടുണ്ട്. അങ്ങനെ പോയി. അപ്പൊ നമ്മൾ ആ ലിഫ്റ്റ് ഇവിടെ ഓപ്പൺ ആയി ഗായ്സ്. ഓക്കെ ലിഫ്റ്റ് ഓപ്പൺ ആയി. ഇനി നമ്മൾ ഇങ്ങോട്ട് വരിക, തുറക്ക. ബിയർ ട്രാപ്പ് സൂക്ഷിക്ക. എസ്കേപ്പ് ആവാനായി തോന്നുന്നു. ഓക്കെ ലിഫ്റ്റ് ഇവിടെ വന്ന് എന്ത് ചെയ്യണ്ട്? പ്ലയേഴ്സ് കിട്ടി. ഇന്നെന്ത് ചെയ്യണ്ട ഗൈസ്? ലിവറാമ നമ്മൾ അവിടെ വെച്ച് ഇനി നമ്മൾ സാധനം ആദ്യം താത്തണം. അങ്ങനെയാണോ? ക്ലോസ് ആയിട്ടുണ്ടായി, ഓപ്പൺ ആയിട്ടുണ്ടായി. എനിക്ക് തോന്നുന്നത് ലിവറാമ നമ്മൾ താത്തേണ്ടി വരും മേ ബി. അങ്ങനെ വരുന്നില്ല, സൗണ്ട് കേട്ടിട്ട് അങ്ങനെ വരുന്നില്ല. അത് നല്ലൊരു ഇതാ. അയാൾ വന്നില്ല. ഞാൻ വിചാരിച്ച അയാൾ വരും. നമ്മൾ ഓർഡർ റെഡി ആയി നിൽക്കണം. ഈ കട്ടിംപ്ലെയർ എന്തിനാ? വെച്ച് ഈ സാധനം തുറക്കണം. കീക്കാട ഇതിൽ വേണ്ടേ? ഈ വയർ നമ്മൾ മുറിക്കണം. എന്തൊരു ചെയ്യണം? എന്തെങ്കിലും ഇവിടെ വഴി. ഇതെന്താ? ഇത് ഡോറിയസ് വെയിറ്റ് ഗൈസ്. കട്ടിംപ്ലെയർ എടുത്ത് നമുക്കിത് അങ്ങനെ തന്നെ ഗൈസ്. നമ്മൾ ഈ നെയ്യിൽ നമ്മൾ ഈ കട്ടിംപ്ലെയർ വെച്ച് ഊരിയെടുത്ത് എന്താ ML245 വാട്ട് ദ ഹെൽ? അതെന്താ എന്തോ ഒരു സാധനം കിട്ടി ഗൈസ്. എനിക്ക് ഇത് ലിക്വിഡ് എന്തോ കിട്ടി ഗൈസ്. ഞാനൊരു 10-20 മിനിറ്റായി ഈ ഒരു സൊല്യൂഷൻ വെച്ചാൽ തേടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കാകെ ഇവിടെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സത്യം ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. ഇവിടെ ഒരു ഇതാണ്ട്, ഇവിടെ ഒരു പേപ്പർ മാത്രമുണ്ട്, വേറെ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒരു പേപ്പർ മാത്രമുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? അതാണ് എനിക്ക് സംശയം. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? എന്താ ചെയ്യുക? വല്ല യൂട്യൂബ് നോക്കിയാലോ? ഈ പേപ്പർ വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യണോ? എടാ പ്രാന്തൻ ഞാൻ. ഇവിടെ ഇത് ഇങ്ങനെ തന്നെ. നമുക്ക് ഇവിടെ എന്തൊരു കോഡ് വന്നു ഗൈസ്, 7560. എനിക്ക് മനസ്സിലായി. നമ്മുടെ ഈ ഒരു സൈക്കോപാത്തിന്റെ റൂമിൽ ഒരു ലോക്കർ ഇല്ലേ? ആ ലോക്കർ തുറക്കണമെങ്കിൽ ഒരു പാസ്വേഡ് എടുക്കണം. എനിക്ക് തോന്നുന്ന ആ ഒരു പാസ്വേഡ് ആയിരിക്കും ഈ ഇതിൽ കാണിച്ച പാസ്വേഡ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും. പക്ഷെ ആദ്യം നമ്മൾ ഇയാളെ പുറത്ത് കൊണ്ടുവരണം. അതാണ് ഞാൻ ചെയ്യേണ്ടത്. ഇയാൾ ഞാൻ എങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരും? ഹൗ കൻ ഐ ഡു ദിസ്? ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു വഴി. ഇയാളെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. എന്തെങ്കിലും ഒരു വഴി. എന്ത് ചെയ്യണം? അപ്പൊ എനിക്ക് തോന്നുന്നു ആ ലോക്കറിനകത്ത് മിക്കവാറും നമുക്ക് ആ കീ കാർഡ് കിട്ടി നമുക്ക് അങ്ങനെ എസ്കേപ്പ് ആവാൻ തോന്നുന്നു. വെയിറ്റ്. ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്. ഇവിടെ ഈ റൂമിനകത്ത് ഒരു കംപ്രസർ ഉണ്ട്. ഈ കംപ്രസർ ഓണാക്കിയ സമയത്ത് ആ സൗണ്ട് നമ്മുടെ സൈക്കോപാത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിനകത്തോട്ട് വന്നിട്ട് കംപ്രസർ ഓഫ് ആക്കുന്നുണ്ട്. മേ ബി ഈ ഒരു കംപ്രസർ ഓണാക്കിയിട്ട് നമ്മൾ എന്താണ് ഇയാള് ഇങ്ങനെ പോയി ഈ ഒരു ഇതിനകത്ത് പോയി ഓഫ് ആക്കി നടക്കുന്ന നമ്മൾ ആ ഒരു ജയിലും തുറന്നിട്ട് ഇവിടെ വരിക, ഡോർ ക്ലോസ് ചെയ്യുക, ഈ ഒരു പൂട്ട് ഇവിടെ ഇടാം. എന്നിട്ട് നമ്മൾ വേഗം ഈ റൂമിനകത്ത് പോയിട്ട് നമ്മൾ എന്താണ് ഒരു കീ കാർഡ് എടുത്തിട്ട് പോയി നമ്മൾ എസ്കേപ്പ് ആവാം. ഇതൊക്കെ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്യും, നമുക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ലൈറ്റ് ഓക്കെ.
ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം പഴയ പോലെ തന്നെയാ. ഓക്കെ, ഇവിടെ ഒക്കെ നമ്മൾ പഴയ പോലെ തന്നെയാ. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, എനിക്ക് ഇനി നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കാം. മേബി വർക്കായാലോ. Goddamn compressor. അയാള് വന്ന് കൂട്ട് The goddamn door. 7560 അല്ലേ? 7560. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ വേറെ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. ഓക്കെ, കാരണം അവിടെ നല്ല നോയ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ആ ഒരു പേപ്പറിലൊക്കെയാണ് കോഡ് ഇവിടെ അടിക്കുവാണ്. ഓക്കെ, കുറേ ആ ഒരു പാനിക്കിൽ ഞാൻ എങ്ങനെയൊക്കെയോ ആ കോഡ് അടിച്ചിട്ടതുകൊണ്ട് ഞാനിതാ എസ്കേപ്പ് ആവുന്ന ആ ഒരു കീ കാർഡ് ഇടുന്ന സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, ഞാനങ്ങനെ ആ കീ കാർഡ് ഇതുകൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ മേളിലോട്ടാണ് പോകുന്നത്. ഓക്കെ, മേളിലോട്ട് പോകുമ്പോഴാണെങ്കിൽ ഒരു ലോക്ക്, ഭയങ്കരമായ ലോക്ക് ഗൈസ്. ഇത് മേളിലും തിരിക്കണം, താഴെ 4 സൈഡ് തിരിക്കണം ഗൈസ്. അങ്ങനെ പാനിക്ക് അയാൾ വരുന്നിടക്ക് നമ്മൾ അങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ബാഡ് എന്തുവാണ്, നമ്മൾ എസ്കേപ്പായി. യെസ്, യു എസ്കേപ്ഡ് ഫ്രം എ മാനിയാക്ക്. ഓക്കെ, നമ്മൾ അങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ബാഡ് എൻഡിങ് കാണിക്കുന്നത് എന്താണ് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ബാഡ് എൻഡിങ് കാണിക്കണേ. മേ ബി ചിലപ്പോൾ ടൈം കൂടെ ഉണ്ടായിരിക്കാം. യെസ് ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ മെറ്റൽ ഹൊറർ എസ്കേപ്പ് പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത യൂജിനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത് ബേസിക്കലി നല്ല അടിപൊളി ഗെയിമായിരുന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പാർട്ട് 3 വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടാം. അപ്പോൾ നമുക്ക് പാർട്ട് 3 കളിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ റോഡ് ടു 10K ആണ്. 10K 10K ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ഒക്കെ തരാം. ഓക്കെ, ഗിവ് അവേ ഒക്കെ തരാം 10K. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.